ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവവചനത്തിലൂടെ നയിക്കുകയാണ്. ഈ തിരുവചന ശുശ്രൂഷ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ സ്വരം കേൾക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ സമയം ഞങ്ങളെ ഭരിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കണമേ, ഞങ്ങളുടെ ചിന്തകളെയും ബുദ്ധിയെയും വിചാരവികാരങ്ങളെയും എല്ലാം ഭരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ തിരുവചനം, ഞങ്ങൾ കേൾക്കുന്ന വാക്കുകൾ ഞങ്ങളിൽ ആത്മാവും ജീവനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തെ ഈ തിരുവചനം രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, പ്രത്യേകമായിട്ട് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ മാതാവ് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തിരുവചനം നാം ഈ സമയം നമ്മുടെ ചിന്തയിൽ വിഷയമാക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണത്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു വചനഭാഗമാണിത്. ചിലപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താറുമുണ്ട്. അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക, വാക്കുകൾ കൊണ്ട്, ഭക്തി പ്രകടനങ്ങൾ കൊണ്ട്, വാചിക പ്രാർത്ഥനകൾ കൊണ്ട്, അനുഷ്ഠാനങ്ങൾ കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക വളരെ എളുപ്പമുള്ളൊരു കാര്യമാണത്. രണ്ട്, നമ്മളെ സംബന്ധിച്ച് അത് വളരെ സന്തോഷകരവുമാണ്. കാരണം നമ്മളിൽ അത് വൈകാരികമായ ചില സംതൃപ്തി ജനിപ്പിക്കുകയും ചെയ്യും. കാരണം മനുഷ്യൻ വികാരജീവിയാണ്. അവൻ്റെ വൈകാരിക തലത്തിന് സംതൃപ്തി അവൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചില പ്രകടനങ്ങൾ മനുഷ്യന് ആവശ്യവുമാണ്. പക്ഷേ അതുമാത്രം ആയി പോവരുത് നമ്മുടെ ജീവിതമെന്ന്. വൈകാരിക സംതൃപ്തിക്ക് ഉതകുന്ന വണ്ണമുള്ള അധര വ്യായാമങ്ങൾ മാത്രമായി നമ്മുടെ വിശ്വാസ ജീവിതം പോകാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന നമുക്ക് ഈ തിരുവചന ഭാഗത്തുകൂടി ലഭിക്കുന്നുണ്ട്. നമ്മൾ പരിശോധിച്ച് നോക്കണം. മറ്റത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. മറ്റത് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും അറിയാണ്ട് ഈ എളുപ്പമുള്ള വഴിയിലേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യത നമ്മുടെ ഇടയിൽ കൂടുതലുമാണ്. രണ്ട് തിരുവചനങ്ങൾ നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കണം. ഒന്ന്, പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനമാണ്. 44:20 ഇങ്ങനെയാണ് പറയുന്നത്: അവൻ വെണ്ണീർ ഭുജിക്കുന്നു, ചാരം വാരി തിന്നുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, പഴയ നിയമ ജനതയുടെ മാനസാന്തരത്തിൻ്റെ അടയാളമാണ് ചാരം ഭക്ഷിക്കുക. മേത്ത് മുഴുവൻ ചാരം തേക്കുക, ചാരത്തിൽ കിടക്കുക. ഇതൊക്കെ പഴയ നിയമ ജനതയുടെ പശ്ചാത്താപത്തിൻ്റെ അടയാളമാണ്. ദാവീദ്, ബത്ശേബായുമായി പാപം ചെയ്ത ദാവീദ്, നാഥാൻ പ്രവാചകൻ്റെ തിരുത്തലിന് ശേഷം ചാക്കുടുത്ത് ചാരം പൂശി, ദേഹം മുഴുവൻ ചാരം പൂശി പശ്ചാത്തപിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പഴയ നിയമത്തിലെ പശ്ചാത്താപത്തിൻ്റെ ഒരു അടയാളമാണ് ചാരം പൂശുക, ചാരം ഭക്ഷിക്കുക. ഒരുപക്ഷെ പശ്ചാത്താപത്തിൻ്റെ അല്പം കൂടി സൂപ്പർലേറ്റീവ് അവസ്ഥയായിരിക്കും ചാരം ഭക്ഷിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ചാരം ഭക്ഷിക്കുന്നു. എത്രത്തോളം അവൻ്റെ പശ്ചാത്താപത്തെ പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് നോക്കുക. ചാരം ഭക്ഷിക്കുന്നു. അതവന് വൈകാരികമായ സംതൃപ്തി നൽകുന്നുണ്ട്.
അവൻ്റെ പശ്ചാത്താപത്തെ അവൻ അനുഭവവേദ്യമാക്കുന്നുണ്ട്. നമുക്ക് അനുഭവിക്കണം. മനുഷ്യൻ ശരീരത്തിൽ ജീവിക്കുന്നത് കൊണ്ടും ബുദ്ധിയിൽ ജീവിക്കുന്നത് കൊണ്ടും വികാരങ്ങളുള്ളത് കൊണ്ടും നമുക്ക് അനുഭവിക്കാൻ എന്തെങ്കിലും വേണം. അപ്പോൾ അവൻ്റെ പശ്ചാത്താപം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അവൻ ഈ ചാരം വാരി തിന്നുന്നു. അപ്പോൾ അവൻ അതിലൂടെ അവൻ്റെ പശ്ചാത്താപം അവൻ അനുഭവിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ അവൻ ചെയ്യുമ്പോൾ പോലും വളരെ അപകടകരമായ ഒരു നിലയിലാണ് അവൻ എന്നത് അവൻ മനസ്സിലാക്കുന്നില്ല. വാക്യം ഇങ്ങനെയാണ്: അവൻ വെണ്ണീർ പൂജിക്കുന്നു, എന്നാൽ അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോഴും അവൻ വഞ്ചിക്കപ്പെട്ട ഹൃദയത്തിന് ഉടമയാണ്. അവനെ വഴിതെറ്റിക്കുന്നു. തന്നെ തന്നെ സ്വതന്ത്രനാക്കാനോ തൻ്റെ വലത്ത് കൈയിൽ കാപട്യമല്ലേ കുടികൊള്ളുന്നത് എന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല. ഇപ്പം നോക്കണം, ഒരു കൈ കൊണ്ട് അവൻ പശ്ചാത്താപത്തിൻ്റെ അടയാളമായ ചാരം വാരി ഭക്ഷിക്കുമ്പോഴും മറുകൈയിൽ കുടികൊള്ളുന്നത് കാപട്യമാണ്. ഇത് രണ്ടും കൂടി വളരെ ബാലൻസ്ഡ് ആയിട്ട് അവൻ കൊണ്ടുപോവുകയാണ്. കാപട്യവും ഭക്തിയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. ഇത് മനുഷ്യന് സാധിക്കും. ഹൃദയത്തിലെ കാപട്യവും അധരങ്ങളിലെ ഭക്തിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ മനുഷ്യന് സാധിക്കും എന്ന് ഈ പ്രവാചക ഗ്രന്ഥം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അധരങ്ങളിലെ ഭക്തി നമുക്ക് സംതൃപ്തി നൽകുമ്പോൾ, ഇപ്പം ഞാൻ പഴയ പോലെയൊന്നുമല്ല, കാരണം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പഴയ പോലെയൊന്നുമല്ല, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ ഉറക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു വശത്ത് സംതൃപ്തി നൽകും. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു മതിപ്പ് തോന്നും. ഞാനിപ്പോൾ വിശ്വാസിയാണ്, ഞാൻ കുറച്ചുകൂടി ദൈവസ്നേഹ അനുഭവത്തിലാണ് എന്നൊക്കെയുള്ള മതിപ്പ് എനിക്ക് തരും, വൈകാരികമായ സംതൃപ്തി തരും. ആ സമയത്ത് പോലും എൻ്റെ ഹൃദയത്തിൽ ഞാനറിയാതെ കാപട്യം കുടികൊള്ളാം എന്ന് പ്രവാചകഗ്രന്ഥം നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു വശത്ത് കാണിക്കുമ്പോൾ പോലും എൻ്റെ ഹൃദയത്തിൽ കാപട്യം കുടികൊള്ളാമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധരങ്ങളിലെ ദൈവസ്തുതികളിലേക്കല്ലല്ലോ ദൈവം നോക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഷ്ഠിക്കുന്ന ചില പ്രായശ്ചിത്ത പ്രവൃത്തികളിലേക്ക്, ഉദാഹരണം, നമ്മളിപ്പോൾ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ആണ്. ഇവിടെ ഞാൻ ഈ നോമ്പ് കാലത്തെടുക്കുന്ന ചില പ്രവൃത്തികളിലേക്കല്ലല്ലോ ഒരുപക്ഷെ ഞാൻ മാംസം ഉപേക്ഷിക്കുന്നത്, ഞാൻ പാലുൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുന്നത്, ഞാൻ ഭക്ഷണത്തിൽ ഞാൻ ചില ഉപേക്ഷകൾ വരുത്തുന്നത്. ദൈവത്തിൻ്റെ നോട്ടം ഇതിലേക്ക് മാത്രമല്ലല്ലോ. അവിടുന്ന് നോക്കുന്നത് ഹൃദയത്തിലേക്കല്ലേ. അപ്പോൾ ഹൃദയത്തിൽ കാപട്യവും ഹൃദയത്തിൽ വഞ്ചനയും ഹൃദയത്തിൽ സ്വാർത്ഥതയും ഹൃദയത്തിൽ അഹങ്കാരവും വെറുപ്പും ഞാൻ പോലും അറിയാതെ കുടികൊള്ളുകയും അധരങ്ങളിൽ ഞാൻ ഭക്തിയുടെ പല അംശങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്നെ അത് വഞ്ചിക്കുകയാണ്, ഞാൻ വഞ്ചിക്കപ്പെടുകയാണ്. ഞാൻ അറിയുന്നില്ല എൻ്റെ പ്രവൃത്തികൾ എന്നെ വഞ്ചിക്കുന്നത്. ഞാൻ അറിയാണ്ട് തെറ്റിദ്ധരിക്കുകയാണ്. ഞാനിപ്പോൾ വിശുദ്ധനാണ്, ഞാനിപ്പോൾ വിശുദ്ധിയുടെ വഴിയിലാണ് എന്ന് ഞാൻ എൻ്റെ ഈ അധരങ്ങളിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ ഞാൻ കാണിക്കുന്ന ഈ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുകയാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമ്മളോട് പറഞ്ഞത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം ചിലപ്പോൾ അതിൽ കാപട്യമാവാം, അതിൽ വെറുപ്പും വൈരാഗ്യവും ഏഷണിയും കലഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാവാം എൻ്റെ ഹൃദയത്തിൽ. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, ഞാൻ ഹൃദയം കൊണ്ട് എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയം എത്രത്തോളം ദൈവത്തിൻ്റെ മുമ്പിൽ തുറവിയുള്ളതാണ് എന്നൊരു ആത്മശോധന വളരെ ആവശ്യമാണ്. കൊളോസോസ് ലേഖനത്തിൽ നമ്മൾ ഇതിന് സമാനമായി മറ്റൊരു തിരുവചനം കണ്ടുമുട്ടുന്നുണ്ട്. കൊളോസോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. 2:20 മുതൽ. സുന്ദരമാണ് ആ വാക്യം. പലവട്ടം നമ്മൾ വായിച്ച് നമ്മളെ കണ്ടെത്തേണ്ട ഒരു വാക്യമാണത്, വചനഭാഗമാണ്. 20 മുതൽ
3 വരെയുള്ള തിരുവചനങ്ങൾ. ക്രിസ്തുവിൽ പുതുജീവിതം എന്നതാണ് അതിൻ്റെ ഹെഡിങ് പോലും. ക്രിസ്തുവിൽ പുതുജീവിതം. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റേതെന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന്? സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നത് എന്തിന്? പ്രിയപ്പെട്ടവരെ, വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വചനഭാഗമാണത്. സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത്. ഇതൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, ചില ഭക്ഷണങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് തരുന്ന ഒരു ആത്മസംതൃപ്തി, ഒരു വൈകാരിക സംതൃപ്തി, അതിൽ നമ്മൾ കുടുങ്ങിപ്പോവരുത്. ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നവയെ പറ്റിയുള്ളവയാണ് ഈ നിബന്ധനകൾ. ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ്. തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു ഭാഗമാണത്. നമ്മൾ ചിലപ്പം ഉപവസിക്കുന്നു, 40 ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചില ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മുട്ടയിൽ നീന്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം, ഇതൊന്നും മോശമല്ല, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയെക്കുറിച്ച് ഇതിനകത്ത് പൗലോസപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ തീവ്രമായ ഭക്തി നമ്മളിൽ രൂപപ്പെടും. തീവ്രമായ ഭക്തി നമ്മളിൽ രൂപപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ആത്മപീഡനമൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിൽ പീഡനം സഹിക്കുന്നു, ഭക്ഷണം കഴിക്കാതെ വിശന്നിരുന്ന് ഒക്കെ പീഡനം സഹിക്കുന്നു എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും. ഇതിൽ മാത്രം നമ്മൾ കിടന്നു പോവരുത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഒരു വശത്ത് വളരുമ്പോഴും ഹൃദയത്തിൽ ദൈവവും ദൈവസ്നേഹവും വളരുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. ഞാനൊരു ചെറിയ ഉദാഹരണം. ഒരിക്കൽ കുറേ കൊല്ലങ്ങൾക്ക് മുൻപ് എൻ്റെ ചില സ്നേഹിതർ ഇടുക്കിയിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് 450ഓളം കിലോമീറ്റർ നടന്ന് പോയി. 11 ദിവസം കൊണ്ട് അവർ നടന്ന് വേളാങ്കണ്ണിയിലെത്തി. അവരുടെ ജീവിതത്തിൽ ഇത് വലിയ അനുഭവമായിരുന്നു. ഈ 11 ദിവസത്തെ യാത്ര, ഒരു ദിവസം ഏതാണ്ട് 40-45 കിലോമീറ്ററുള്ള നടത്തം, വെയിൽ, ചൂട്, ഇതൊക്കെ അവർ സഹിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഭക്ഷണമില്ല, കൈനീട്ടി ശരിക്കും ഭിക്ഷ തെണ്ടുന്ന പോലെ തെണ്ടി ഭക്ഷണം കഴിക്കുന്നു. അതൊക്കെ അവരുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്കും രക്ഷയ്ക്കും വേണ്ടിയെടുത്ത ത്യാഗങ്ങളാണ്. വലിയ അനുഭവത്തോടെയാണ് അവർ തിരിച്ചു വന്നത്. തിരിച്ചു വന്ന് പിറ്റേ വർഷം ആ പള്ളിയിലെ വികാരിയച്ഛനോട് അവർ പറഞ്ഞു, ഞങ്ങൾ ഈ വർഷവും നടക്കാൻ പോകുന്നു. ക്രാന്തദർശിയായ ആ വികാരിയച്ഛൻ ഇവരെ വിളിച്ചിരുത്തി അവർക്ക് കൊടുത്ത ഒരു ഉപദേശം ഇങ്ങനെയാണ്: ഈ വർഷം നിങ്ങൾ പോവണ്ട. കാരണം നിങ്ങളിതൊന്ന് ചെയ്തു, 2 ചെയ്തു, 3 ചെയ്തു, അത് വരുമ്പോൾ നിങ്ങളിൽ ഇത് ജനിപ്പിക്കുന്ന ഒരു തീവ്ര ഭക്തിയുണ്ട്. നിങ്ങളുടെ ത്യാഗം, ശരീരത്തിൽ അനുഭവിക്കുന്ന നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, ഇതിൽ ശ്രദ്ധിച്ച്, ഇത് നിങ്ങൾക്ക് നൽകുന്ന തീവ്ര ഭക്തിയിൽ ശ്രദ്ധിച്ച് നിങ്ങൾ വളരാൻ തുടങ്ങും. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും നിങ്ങൾ ചെയ്യുന്ന ഈ ബാഹ്യ ഭക്തിയിൽ മാത്രമാകും. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹവും പരസ്നേഹവും നിഷ്കളങ്ക സ്നേഹവും നിർവ്യാജമായ സ്നേഹവും ഒക്കെ ചിലപ്പോൾ അതിനനുസരിച്ച് വളരാതെ വരും. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങൾ കാണിക്കുന്ന ഈ അനുഷ്ഠാനങ്ങളിൽ മാത്രമായി തീരും. പിന്നീടൊരിക്കൽ അതിൽ പങ്കെടുത്ത ഒരാൾ എന്നോട് സംസാരിച്ചു, അത്രയും ശരിയായൊരു ഉപദേശം ഞങ്ങൾക്ക് കിട്ടാനില്ല. കാരണം ഞങ്ങൾ ഈ ആദ്യത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആളുകളെല്ലാം ഞങ്ങളെ വളരെ ബഹുമാനത്തോടെ നോക്കാൻ തുടങ്ങി. ഈ 500ഓളം കിലോമീറ്റർ നടന്ന് പോയി മാതാവിൻ്റെ സന്നിധിയിലെത്തിയ മനുഷ്യരായിട്ട് ഞങ്ങളെ അവർ കാണാൻ തുടങ്ങി. ഞങ്ങളുടെ ഉള്ളിലും അത് ചെറിയ ചെറിയ ഒരു അഹങ്കാരവും ഒക്കെ ഞങ്ങളിൽ ജനിപ്പിച്ചു. ഇത് 2 പ്രാവശ്യമായാലോ,
ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ ഹൃദയം അഹങ്കാരത്തിൻ്റെ കൂടാവും. എത്രയോ നല്ല ഉപദേശമാണ് അപ്പോൾ ആ വൈദികൻ നൽകിയത്. തീവ്രമായ ഭക്തിയിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹവും പരസ്നേഹവും നിഷ്കളങ്ക സ്നേഹവും നിർവ്യാജമായ സ്നേഹവും അപരനോടുള്ള ക്ഷമയും എന്നോട് തെറ്റ് ചെയ്തവരോട് ഉള്ള ക്ഷമയും എനിക്കുള്ളത് പങ്കുവച്ച് നൽകാനുള്ള നിർവ്യാജ സ്നേഹവും ഒക്കെ എൻ്റെ ഹൃദയത്തിൽ വർദ്ധിക്കുന്നുണ്ടോ എന്നതാണ് ദൈവം പരിശോധിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം രൂപപ്പെടുന്നതിനാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം വർദ്ധിക്കുക, ദൈവസ്നേഹം വർദ്ധിക്കുക, പരസ്നേഹം ഹൃദയത്തിൽ വർദ്ധിക്കുക, ഹൃദയത്തിൽ ആനന്ദമുണ്ടാവുക. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഭക്താനുഷ്ഠാനങ്ങൾക്ക് സ്ഥാനമില്ലെന്നല്ല. പകരം അതിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം, അനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം, ആചാരങ്ങളിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ, 8-ാമത്തെ വാക്യമാണ് വായിച്ചത്, 7ഉം 9ഉം വാക്യങ്ങൾ ചേർത്ത് വായിക്കണം. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ് നമ്മൾ ആദ്യം വായിച്ചത്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ഇത് 8-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കപടനാട്യക്കാരെ, യേശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ദൈവമില്ലാതെയുള്ള നമ്മുടെ അനുഷ്ഠാനങ്ങൾക്ക് സുവിശേഷം കൊടുത്ത പേരാണ് കപടനാട്യം. കപടനാട്യം. ഹൃദയത്തിൽ ദൈവസ്നേഹവും നിഷ്കളങ്ക സ്നേഹവും പരസ്നേഹവും രൂപപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ നാം ഭക്തർ മാത്രമായി തീരുമ്പോൾ, അനുഷ്ഠാനങ്ങളിലുള്ള ഭക്തിയിൽ മാത്രം ആയിത്തീരുമ്പോൾ നമ്മളെ തിരുവചനം വിളിച്ച പേരാണ് കപടനാട്യമെന്ന്. ഇതാണ് കപടനാട്യമെന്ന്. 9-ാമത്തെ വാക്യം: അവർ മാനുഷികമായ നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. നമുക്ക് വേണ്ടത്, നമുക്ക് വൈകാരിക സംതൃപ്തി നൽകുന്ന ചില അനുഷ്ഠാനങ്ങളോ ചില ഭക്താഭ്യാസങ്ങളിലേക്കോ മാത്രമുള്ള ശ്രദ്ധയും ഊന്നലുമല്ല നമുക്ക് ആവശ്യം. പകരം നമുക്ക് വേണ്ടത് ഹൃദയത്തിൽ ദൈവം വളരുക, ഹൃദയത്തിൽ ദൈവസ്നേഹം ശക്തിപ്പെടുക, ഹൃദയത്തിൽ പരസ്നേഹം വളരുക എന്നതാണ് നമുക്കാവശ്യം. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ഹൃദയത്തിൽ ദൈവമില്ലാത്തവരും ബാഹ്യമായി അനുഷ്ഠാനങ്ങളുടെ അതിപ്രസരത്തിൽ ജീവിക്കുന്നവരുമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ 8-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം ഇങ്ങനായിരുന്നു: അവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ഹൃദയമാണ് ദൈവത്തോട് അടുക്കേണ്ടത്. നമ്മൾ ഈ സമയത്ത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു തിരുവചന ഭാഗമാണ് ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിലെ വളരെ സുന്ദരമായ വാക്യം. 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം: കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ട ഒരു വളരെ അടിസ്ഥാനപരമായ ഒരു ചിന്തയാണിത്. നമുക്ക് ചുറ്റും ധ്യാനങ്ങൾ വർദ്ധിക്കുന്നു, കൺവെൻഷനുകൾ വർദ്ധിക്കുന്നു, വചന പ്രഘോഷണങ്ങൾ എവിടെയും വർദ്ധിക്കുന്നു. പണ്ടത്തതിനേക്കാൾ ഉപരി പ്രാർത്ഥനാ സങ്കേതങ്ങൾ, പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഇതെല്ലാം വർദ്ധിച്ചു വരുമ്പോൾ നാം ഈ ബാഹ്യമായ പ്രാർത്ഥനാ ശുശ്രൂഷകളിലും ബാഹ്യ പ്രാർത്ഥനാ സ്തുതിഗീതങ്ങളിലും പെട്ട് ഒരു ഭക്തിയുടെ ആവരണത്തിൽ നാം സംതൃപ്തരായി ജീവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മളിലേക്ക് നാം എറിയേണ്ട സമയമായി. ഇതനുസരിച്ച് എൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹവും പരസ്നേഹവും നിറയുന്നുണ്ടോ എന്ന്, എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഇരിപ്പിടവും മനുഷ്യൻ്റെ വാസസ്ഥലവും ഒക്കെ ആയിട്ട് എൻ്റെ ഹൃദയം വളരുന്നുണ്ടോ എന്ന് പരിശോധിച്ചില്ലെങ്കിൽ നാം ഇവയെ മാത്രം അവലംബമാക്കും. എന്നിട്ടോ അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. ആര്? ഈ സ്വന്തം അനുഷ്ഠാനങ്ങളിൽ മാത്രം ആശ്രയിക്കുകയും ഉപരിപ്ലവമായ ഭക്തിയിൽ മാത്രം ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി. ഉദാഹരണത്തിന്, ഞാൻ ദേവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോൾ കാണിക്കുന്ന ആ ഭക്തി
ആ ആർജവം അതെൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹമായി മാറുന്നില്ലെങ്കിൽ, എൻ്റെ മക്കളോടുള്ള കാരുണ്യവും ഒക്കെ, എൻ്റെ ചുറ്റും താമസിക്കുന്ന മനുഷ്യരോടുള്ള എൻ്റെ ആ അലിവും ഒക്കെ ആയിട്ട് അത് മാറുന്നില്ലെങ്കിൽ, ഞാൻ ദേവാലയത്തിൽ കാണിച്ച ഭക്തിയുടെ ആ ശക്തി, ആർജവം അത് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന വ്യക്തികളോടുള്ള കാരുണ്യമായിട്ട് മാറുന്നില്ലെങ്കിൽ, എൻ്റെ ഭർത്താവിനോടുള്ള അലിവായിട്ടും സ്നേഹമായിട്ടും അത് മാറുന്നില്ലെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യമായിട്ട് അത് മാറുന്നില്ലെങ്കിൽ, അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നാം ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് ചില ബാഹ്യമായ അനുഷ്ഠാനങ്ങളിലും ഭക്തിപ്രകടനങ്ങളിലും നമുക്ക് വൈകാരിക സംതൃപ്തി നൽകുന്ന ചില അനുഷ്ഠാനങ്ങളിലും നമ്മുടെ ഹൃദയം കെട്ടിക്കിടക്കുന്നു എന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു വളരെ മോശമായൊരവസ്ഥയുണ്ട്. അതാണ് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17:6. അവർ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. മരുഭൂമിയിലെ കുറ്റിച്ചെടി എന്നും കുന്നും അങ്ങനെ തന്നെ നിൽക്കും, അതിന് പ്രത്യേകിച്ച് വളർച്ചയൊന്നുമില്ല, ഋതുഭേദം ഉണ്ടാവുകയില്ലെന്നാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്. അതിന് പുതിയ നാമ്പ് വരികയോ പുതിയ വളർച്ചയുണ്ടാവുകയോ വളർന്ന് ഇതൊന്നുമില്ല, അതങ്ങനെ നിൽക്കും, എന്നും കുന്നും അങ്ങനെ തന്നെ നിൽക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഭക്താനുഷ്ഠാനങ്ങൾ ശരിയാവണ്ണമുള്ള ഹൃദയബന്ധത്തിലേക്ക്, ദൈവത്തോടും മനുഷ്യരോടുമുള്ള ഹൃദയബന്ധത്തിലേക്ക് നമ്മളെ വളർത്തുന്നില്ലെങ്കിൽ നാം മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ ഒരു വളർച്ചയുമില്ലാത്തവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിൽക്കും. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ, ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നവൻ, അതാണ് വളർച്ച. ആധ്യാത്മികത അതാണ്, ആത്മീയത അതാണ്. ഹൃദയത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടം കൊടുക്കുക, അതാണ് ആത്മീയത. ഹൃദയത്തിൽ ദൈവത്തിനും മനുഷ്യനും ഇടം കൊടുക്കാത്ത ആത്മീയത ശരിക്കും കാപട്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ചിലപ്പോഴെങ്കിലും വർദ്ധിച്ചു വരുന്ന വർഗീയ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം അതാണ്. ആരാധനയുടെ പേരിലും മതത്തിൻ്റെ പേരിലും പോലും ഇന്നിവിടെ രക്തച്ചൊരിച്ചിലുകൾ രൂക്ഷമാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ ഹൃദയത്തിൽ മനുഷ്യനില്ല എന്നതിൻ്റെ സൂചനയാണത്. അത് കാപട്യമാണ്. ഏതാരാധനയാണെങ്കിലും ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന അർത്ഥത്തിലേക്ക് വരാത്തത് കൊണ്ട് നമ്മുടെ ഇടയിൽ ഇന്ന് മതത്തിൻ്റെ പേരിലാണ് രക്തച്ചൊരിച്ചിലുകൾ പോലും നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹവുമാണ്. ആ വാക്യം 7-ാമത്തെ വാക്യമാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. ഹൃദയം കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. എന്താ ആറ്റുതീരത്ത് നട്ട വൃക്ഷത്തിൻ്റെ പ്രത്യേകത? അതെന്നും ഇല ചൂടി പുതിയ തളിർപ്പുകൾ വന്ന്, കാരണം അതിൻ്റെ വേരിരിക്കുന്നത് എങ്ങോട്ടാണ്? ആറ്റിലേക്കാണ്, വെള്ളത്തിലേക്കാണ് അതിൻ്റെ വേര്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് ഊന്നാതെ, ഹൃദയം കർത്താവിലേക്ക്, ഹൃദയത്തിൽ കർത്താവിൻ്റെ ചൈതന്യവും സ്നേഹവും വരുമ്പോൾ നമ്മൾ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാവും. ആ അപ്പൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയുള്ള അപ്പനാവും. സ്നേഹം, കരുതൽ, വാത്സല്യം, ഇതൊക്കെ കൊണ്ട്, അലിവ് ഒക്കെ കൊണ്ട് അപ്പൻ്റെ ഹൃദയം നിറയും, അമ്മയുടെ ഹൃദയം നിറയും, മക്കളുടെ ഹൃദയം നിറയും. ഇത് അയൽക്കാരിലേക്ക് നീളും. ഇതൊക്കെ സംഭവിക്കും. അല്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ ബാഹ്യമായ ഭക്തിയും ബാഹ്യമായ അനുഷ്ഠാനങ്ങളും നമ്മുടെ അധരങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, നമ്മുടെ വികാരതലങ്ങൾക്ക് തൃപ്തി നൽകുന്ന ചില അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വാത്സല്യവും സ്നേഹവും നിറയില്ല. ഈ ഭക്തി കാണിക്കുന്ന അപ്പൻ തന്നെ വീട്ടിൽ വളരെ മുഷ്കനും വീട്ടിൽ വളരെ ഭീകരനും ആയ അപ്പനായിട്ട് മാറും. ഈ ഭക്തി കാണിക്കുന്ന ചേച്ചി തന്നെ ചിലപ്പോൾ ചുറ്റുമുള്ളവരുടെ ഇടയിൽ വലിയ അസൂയക്കാരിയും ഒക്കെയായിട്ട് ചിലപ്പോൾ ഈ ചേച്ചി തന്നെ, ഈ ഭക്തി കാണിക്കുന്ന ആൾ തന്നെ ഇപ്പുറത്ത് മാറും. കാരണം നമ്മളുടെ ജഡാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അത് കൊളോസോസ് ലേഖനം പറഞ്ഞതാണ്, 23-ാമത്തെ വാക്യം. നമ്മുടെ തീവ്രമായ ഭക്തിയുടെ പ്രകടനങ്ങൾക്ക് നമ്മുടെ ജഡാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഒരു പങ്കുമില്ല. ഭക്തി ഒരു വശത്തൂടെ പോകും, ജഡാഭിലാഷങ്ങൾ വേറൊരു വശത്തുകൂടി പോകും. മനുഷ്യർ കാണുന്നത് ഇത് രണ്ടും കാണും. ഒരു വശത്ത് നമ്മുടെ ഭക്തിയും കാണും, മറുവശത്ത് നമ്മുടെ ആർത്തിയും കാണും. ഒരു വശത്ത് നമ്മുടെ ഭക്തിയും കാണും, മറുവശത്ത് നമ്മുടെ വെറുപ്പും വൈരാഗ്യവും നിറഞ്ഞ ജീവിതം കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം വളരുന്ന,
ഹൃദയത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടം കൊടുക്കുന്ന ഒരാത്മീയത നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഭക്തിക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നവരാണ്. കർത്താവെ, അനുഷ്ഠാനങ്ങളിലൂടെ, ഉപവാസങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഒക്കെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ അനുഷ്ഠിക്കുന്നവരാണ്. കർത്താവെ, ഇതിന് തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹവും പരസ്നേഹവും വർദ്ധിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനും ഹൃദയം കൊണ്ട് മനുഷ്യരെ സ്നേഹിക്കാനും തക്കവണ്ണം അങ്ങനെ ഞങ്ങളുടെ ബാഹ്യമായ ഭക്തിപ്രകടനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിലെ ദൈവസ്നേഹ അനുഭവവും ഒരുപോലെ മുമ്പോട്ട് പോകാനുള്ള കൃപാവരം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.